तुम्हारा पिताश्री का फैक्ट विनु മുദ്ദുഗൗ, അന്താക്ഷരി, ജയ 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 ഹേ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ആനന്ദ് ഒരാളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ട്രെയിലറും ടീസറും എല്ലാം സൂചിപ്പിച്ചതുപോലെ ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന വിനു രാമചന്ദ്രനും അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന അഞ്ജലിയുടെയും വിവാഹമാണ് പ്രധാന വിഷയം. തന്റെ പഴയ പ്രണയം തകർന്ന് വിഷമിച്ചിരിക്കുന്ന വിനു വർഷങ്ങൾക്ക് ശേഷം തന്റെ കല്യാണം നടത്താൻ ശ്രമിക്കുകയാണ്. ആ വിവാഹം നടത്താനും മുടക്കാനും കുറേയേറെ ആളുകളും. ഇതിനിടയിൽ ചങ്കുകളായി മാറിയ ഭാവി അളിയന്മാരായ വിനുവിന്റെയും ആനന്ദിന്റെയും ഇവരെ ചുറ്റിപ്പറ്റിയും നിൽക്കുന്ന കുറേയേറെ കഥാപാത്രങ്ങളുടെയും കഥയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. എന്ത് വന്നാലും ഈ കല്യാണം ഞാൻ നടത്തും, നിന്നെ എനിക്ക് വേണം. ഇവരെല്ലാവരും എങ്ങനെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എത്തിച്ചേർന്നത്? അവിടം വരെയുള്ള ആ രസകരമായ കഥ അതാണ് 2 മണിക്കൂർ 15 മിനിറ്റ് നേരം ഒരു വലിയ കല്യാണ ആഘോഷം പോലെ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായി തോന്നിയത് ബേസിൽ ജോസഫും പൃഥ്വിരാജും തന്നെയാണ്. ഇരുവരും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ആ ഒരു കോംബോ പടം തുടങ്ങി ആദ്യ മിനിറ്റ് മുതൽ വിനുവും ആനന്ദനും നമ്മളെ അവർക്കൊപ്പം കൂട്ടും. ബേസിലിന്റെ സ്വാഭാവികമായ നർമ്മ അവതരണത്തിനൊപ്പം പൃഥ്വിരാജ് എന്ന സൂപ്പർ താരത്തിന്റെ കിടിലൻ പെർഫോമൻസ് കൂടിയായപ്പോൾ പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള കോമഡി എന്റർടൈനർ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഇമേജിൽ നിൽക്കുന്ന ബേസിലിന്റെ വ്യത്യസ്തമായ കഥാപാത്രം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും പുതുമയാർന്ന നിരവധി നർമ്മരംഗങ്ങൾ ചിത്രത്തിലുണ്ട്. തിയേറ്ററിൽ കയ്യടി തീർക്കുന്ന പൃഥ്വിയുടെ നിരവധി മുഹൂർത്തങ്ങളുണ്ട് ചിത്രത്തിൽ. കോമഡിയും കലിപ്പും ഒരൽപ്പം മാസും ഒക്കെ നിറഞ്ഞ കിടിലൻ കഥാപാത്രം തന്നെയാണ് പൃഥ്വിയുടെ ആനന്ദൻ എന്ന കഥാപാത്രം. ഇടയ്ക്കെവിടേക്ക് പൃഥ്വിരാജിന്റെ പിതാവായ സുകുമാരന്റെ ചില ചെറിയൊരു ലാഞ്ചന പൃഥ്വിയുടെ ചില മാനറസത്തിലൊക്കെ വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പല സൂപ്പർ ഹിറ്റ് സിനിമകളുടെയും ഡയലോഗ് റെഫറൻസും ഒക്കെ രസകരമായിരുന്നു. അതുപോലെ തന്നെ അനശ്വരയുടെ കഥാപാത്രവും എബോവ് ആവറേജ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിഖില വിമലിന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടുന്ന മറ്റ് കഥാപാത്രങ്ങൾ ജഗദീഷ്, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, ബേസിലിന്റെ അച്ഛനമ്മ കഥാപാത്രങ്ങളും ആനന്ദിന്റെ വീട്ടിലെ വേലക്കാരി ചേച്ചിയും ഒക്കെ ഓർത്തു വെക്കാവുന്ന പെർഫോമൻസ് ആണ് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ളവർ മോശമാണ് എന്നൊരർത്ഥമില്ല. ക്ലൈമാക്സ് രംഗത്തേക്ക് എത്തുന്ന സമയം തിരക്കഥയുടെ സ്പീഡ് പോലെ തന്നെ വളരെ ചെറിയ കഥാപാത്രങ്ങളൊക്കെ വന്ന് ചിരിപ്പിച്ച് തകർത്ത് പോകുന്നുണ്ട്. ഒപ്പം യോഗി ബാബു, അജു വർഗീസ് എന്നിവരുടെ ക്യാമിയോ അപ്പിയറൻസും പിന്നെ പറഞ്ഞാൽ സ്പോയിലർ ആകുന്ന ഒരു സസ്പെൻസ് കഥാപാത്രവും ചിത്രത്തിലെത്തുന്നുണ്ട്. എല്ലാവരും ചേർന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട് പടം. ആദ്യ അവസാനം നർമ്മത്തിലാണ് പടം പോകുന്നത്. ഊഹിക്കാൻ കഴിയുന്ന ചില ട്വിസ്റ്റുകൾ ഉണ്ടെങ്കിലും അതെല്ലാം അവതരിപ്പിച്ചിരിക്കുന്ന രീതി വളരെ രസകരമായിരുന്നു. ഗാനങ്ങളെല്ലാം ഒരു ആവറേജ് നിലവാരമാണ് പുലർത്തിയിരിക്കുന്നത്. ക്ലൈമാക്സ് രംഗത്തിലെ കൃഷ്ണ എന്ന ഗാനം കൂട്ടത്തിൽ വളരെ നല്ല പ്ലേസിംഗ് ആയിട്ട് തോന്നി. യൂത്തിനും ഫാമിലിക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഗുരുവായൂർ അമ്പലനടയിൽ ഉറപ്പായും ഈ വർഷത്തെ അടുത്ത 50 കോടി ക്ലബ്ബ് ചിത്രമാകുമെന്ന് ഉറപ്പിക്കാം. ഒരുപക്ഷെ 100 കോടിയിലേക്കും കിടക്കാം. അത്ര ഗംഭീരമായിട്ടാണ് വിപിൻ ദാസ് എന്ന സംവിധായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഒരു അടിപൊളി കല്യാണം കൂടി സദ്യയും കഴിച്ച തൃപ്തിയിൽ മനസ്സറിഞ്ഞ് ചിരിച്ച് സന്തോഷത്തോടെ കുടുംബത്തിനോടൊപ്പം കാണാം, അല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പം കാണാം ഗുരുവായൂർ അമ്പലനടയിൽ. തൊട്ടടുത്ത തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.